പാപ്പച്ചൻ എന്ന് പറയുന്ന വയോധികൻ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടത് ഒരു അപകട മരണമായിരുന്നു എന്നുള്ള രീതിയിൽ ആദ്യം പോയതാണ്. പക്ഷേ പാപ്പച്ചന് അടുപ്പമില്ലാതിരുന്ന പാപ്പച്ചൻ്റെ മകള് അവസാനം ഒരു പരാതി കൊടുത്തു. മകനും പരാതി കൊടുത്തപ്പോൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ CI അനിൽകുമാർ എന്നാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു എന്നുള്ളതാണ്. അത് നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത്, ആളുകൾ പലപ്പോഴും, അതായത് പല വിധത്തിലെ ഈ സ്ത്രീകളുമൊക്കെ പലരെയും ഇതുപോലെ ഈ ചതിക്കുഴിയിൽപ്പെടുത്താറുണ്ട്. എന്ന് പറയുന്ന പോലെ ഈ പാപ്പച്ചൻ മക്കളുമായിട്ട് അകന്നു കഴിയുന്ന ആളാണ്, ഒറ്റയ്ക്കാ താമസം. അത് മനസ്സിലാക്കിയെടുത്ത വനിതാ ബാങ്കിൻ്റെ മാനേജർ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ, ഈ മാനേജരായിട്ടുള്ള സ്ത്രീ, അവർ ഇയാളോട് അടുത്തുകൂടി ഏത് വിധത്തിൽ പ്രലോഭിച്ചെന്ന് അറിയുന്നില്ല. എന്തായാലും ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു 76 ലക്ഷം രൂപ ആ ബാങ്കിൽ നിക്ഷേപിക്കാനായിട്ട് വാങ്ങിച്ചു. അത് ബാങ്ക് നിക്ഷേപിച്ചിട്ടൊന്നുമില്ല. അതിൽ 50 ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിക്ഷേപിക്കാതെ തന്നെ ആ സ്ത്രീയും അവിടുത്തെ അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട് ആ ബാങ്കിൻ്റെ, കേട്ടോ, ഇതിൽ ഈ പ്രതിയാണ് അയാളും കൂടെ അത് അങ്ങെടുത്തു, വിധിച്ചെടുത്തു. ഇത് അവസാനം ഇത് ആദ്യമൊന്നും ഇയാൾ അറിയുന്നില്ല. ഇത് കൂടാതെ മനസ്സിലാക്കുന്നത്, ഇയാളുടെ പഴയ ചെക്ക് ലീഫ് കൈക്കലാക്കിയിട്ട് അതും എഴുതി ആ പൈസയും കൂടെ ബാക്കി വിഡ്രോ ചെയ്തു. ഇയാളെ പണം എടുക്കാനായിട്ട് അവസാനം നോക്കുമ്പോൾ പണം കിട്ടുന്നില്ല ബാങ്കിൽ. അങ്ങനെ വന്നപ്പോൾ ഇയാളത് പരാതിപ്പെട്ടപ്പോൾ ബാങ്ക് അന്വേഷണം നടത്തി. ഇതേപോലെ സമാനമായ രീതിയിൽ ഏതാണ്ട് ഒരു 4 പേരെ കൂടെ ഇവർ വഞ്ചിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്, പണം തട്ടിയെടുത്തിട്ടുണ്ട്, കബളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവ് മാനേജ്മെന്റിന് കിട്ടിയിട്ട് ഇവരെ 2 പേരെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇയാൾ വീണ്ടും അവരെ ഈ പണത്തിന് വേണ്ടി ഇയാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ 2 പേര്, ഈ ബാങ്ക് മാനേജരെയും അതേപോലെ തന്നെ ആ എക്സിക്യൂട്ടീവിനെയും വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് ഒരു പ്രശ്നമാവും, കേട്ടോ, ഇയാളെ എങ്ങനെയെങ്കിലും അങ്ങ് തീർത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ ആണ് ഒരു കൊട്ടേഷൻ നേതാവിന്, അത് അയാളിപ്പോൾ പ്രതിയാണ്, ഇത് കേസിനകത്ത് പ്രതിയാണ്, അയാൾക്ക് കൊട്ടേഷൻ കൊടുക്കുകയാണ് 2 ലക്ഷം രൂപയ്ക്ക് ഇയാളെ കൊല്ലാൻ. അപ്പോൾ കൊല്ലുന്നത് ഒരു അപകട മരണം എന്നുള്ള രീതിയിലാണ്. അത് ഇയാൾ ആശ്രമത്താണ് താമസിക്കുന്നത്, കേട്ടോ. ഇയാൾ താമസിക്കുമ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് എപ്പോഴാണ് എന്നൊക്കെ അവർ വാച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഈ സംഭവ ദിവസം ഏതാണ്ട് ഉച്ചയ്ക്ക് ഒരു 12:30 മണിക്ക് അയാളിങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാർ അതിന് വാടകയ്ക്കെടുത്ത് വെച്ചേക്കാണ്. ഒരു ഓട്ടോറിക്ഷയിൽ ഇവർ ബാക്കി കാത്തിരിക്കുകയാണ്, ഇതിൻ്റെ ഏർപ്പാടൊക്കെ നടത്തിയിട്ട് ആശ്രമ മൈതാനത്ത് കാത്തിരിക്കുക. അപ്പോൾ ഇയാൾ ഇങ്ങനെ നടന്നു പോകുന്നു ആ റോഡിൽ കൂടെ. അധികം ആരും അവിടെ റോഡിലില്ല, വളരെ സൗകര്യം. കാറ് നേരെ കൊണ്ടു ചെന്നിട്ട് ആ കാറിൻ്റെ അടുത്തോട്ട് ഇയാളെ വിളിച്ചു വരുത്തിയതാണ്. ഈ സ്ത്രീ ഈ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് ഇയാളെ അവിടെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ ബാങ്കിൻ്റെ ആ കാറിൻ്റെ അടുത്തോട്ട് ഇയാൾ ചെന്നപ്പോഴത്തേക്ക് കാറ് വലിയ സ്പീഡിലോട്ട് അങ്ങോട്ട് എടുത്ത് ഓടിച്ച് നേരെ ഒരു ഇടിച്ചങ്ങ് തെറിപ്പിക്കുകയാണ് ഇയാളെ. എന്നിട്ട് വണ്ടി ഓടിച്ചങ്ങ് പോയി. അപ്പോൾ ഈ ഓട്ടോയിലിരുന്ന ആളുകൾ, അത് അതിൻ്റെ ആളുകളാണല്ലോ, അവർ പെട്ടെന്ന് ഒച്ചയൊക്കെ വെച്ച് ആളിനെയൊക്കെ കൂട്ടി ഇയാളെ ആശുപത്രിയിലാക്കിച്ചു. അപ്പോൾ അവർ നല്ല ആളുകളാണ്, ഒരു കുഴപ്പമില്ല. എന്തായാലും ആശുപത്രി കൊണ്ടുപോയി അയാൾ അന്ന് തന്നെ ആശുപത്രി കിടന്ന് അയാൾ മരിച്ചു. ഇത്രയും വലിയ, അതായത് സിനിമയിൽ പോലും കാണാൻ കിട്ടാത്ത വിധത്തിലുള്ള രീതിയിലുള്ള ഒരു കൊലപാതകമാണ് അവിടെ, നാടകമാണ് അവിടെ നടന്നത്. കൊലപാതക നാടകം നമുക്ക് പറയാം നടന്നത്. ഈ പാവപ്പെട്ട പാപ്പച്ചൻ കൊല്ലപ്പെടാനിടയായത് അയാളുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ശരിയല്ലാത്തത് കൊണ്ടാണ്. ഈ സ്ത്രീയെ വിശ്വസിച്ച് അവരുടെ കയ്യിൽ പൈസ കൊണ്ട് കൊടുത്തു. ബാങ്കിൽ നിക്ഷേപിക്കാൻ ബാങ്കിൽ കൊണ്ട് കൊടുത്തതാണ് പൈസ. പലപ്പോഴായിട്ട് ഇയാളുടെ ഇത് പൈസ ഉണ്ടെന്ന് മനസ്സിലാക്കി, അയാൾ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർ ചെയ്ത ആളാണ്, അയാളുടെ പൈസ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് പിടിച്ചു പറിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. അതിനാ ഒരു സ്ത്രീ 2 ലക്ഷം രൂപ കൊടുത്തേക്ക്. അത് മാത്രമല്ല, അതിനകത്ത് സംഭവിച്ചേക്കുന്ന ഒരു രസകരമായ കാര്യമുണ്ട്. കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടയെ പരിചയപ്പെടുത്തി എന്നതറിയാം. ഇയാളുടെ പാപ്പച്ചൻ്റെ മകനാണ് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാണ്, ഇതിലെ 2ാം പ്രതിയെ കൊണ്ടുവന്ന് പാപ്പച്ചൻ്റെ മകനാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയേക്കുന്നത് ഈ ഗുണ്ടാ നേതാവിന്. എന്ന് വെച്ചാൽ അകത്തായ അവൻ ആയിക്കോട്ടെ,
ഈ പാപ്പച്ചന്റെ മകനാണ് ഈ കൊട്ടേഷൻ കൊടുത്തേക്കുന്നതെന്നുള്ള രീതി കാണിക്കാനാണ് കൊടുത്തേക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇത്രത്തോളം നാടകീയമായിട്ട് ഈ സംഭവം നടത്തുക എന്ന് പറയുന്നത് ഒരു സ്ത്രീ കണക്കാക്കി എടുത്തതാണ് കേട്ടോ. അവര് വളരെ സ്തുത്യർഹമായ ഒരു പ്രവൃത്തിയാണ് നടത്തിയേക്കുന്നത്. കാരണം ഇത് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അതായത് അവരെ പിടിക്കപ്പെടാതിരിക്കാൻ ഈ കൊട്ടേഷൻ കൊടുക്കുന്നത് ഇയാളെ കൊല്ലപ്പെട്ട ആളിൻ്റെ മകനാണ് എന്ന് വരുത്താൻ ആമനെ കൊണ്ട് പരിചയപ്പെടുത്തി. കാരണം മറ്റവനെ പിടിച്ചാൽ എവനാണ് ഇതിന് ഏർപ്പാട് ചെയ്തതെന്ന് അവൻ പറഞ്ഞുകൊള്ളുമല്ലോ. അതിനാ ഇതൊന്നും പറയാൻ പോയില്ല. ഇയാളാ പാപ്പാച്ചൻ്റെ മകനാ, അയാളെ കൊണ്ട് ശല്യമാണ്, വലിയ ഉപദ്രവകാരിയാണ്, അയാളെ കൊല്ലാണ്, അതിനു വേണ്ടിയുള്ള കൊട്ടേഷനാണ് എന്നാണ് ധരിപ്പിച്ചേക്കുന്നത്. ഇത് മകനായിട്ട് അഭിനയിച്ച് പോയേക്കുന്ന ഇമ്പേഴ്സണേഷനും ഉണ്ട് അവിടെ. ഇതെല്ലാം നടത്തിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ഓട്ടോറിക്ഷയിൽ ആൾ മാറി കാത്തിരിക്കുകയാണ്. കാരണം ഇതുണ്ടായി കഴിയുമ്പോൾ ഇയാളെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അതിനെല്ലാം വേണ്ട പണികളെല്ലാം ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ അതിശയകരമായ സംഭവം നടന്നേക്കുന്നത്. ആരും ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീഴരുത്. പ്രത്യേകിച്ച് കുറച്ച് പ്രായമായ ആളുകളെ ഇതേപോലെ ഏത് വിധത്തിലും ചതിക്കാനും വഞ്ചിക്കാനുമായിട്ട് ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്. ഒരിക്കലും വീഴരുത്. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും ആർക്കും കൊടുക്കരുത്. അത് ഒരു കാരണവശാലും അത് കൊടുക്കാൻ പാടില്ല. നമ്മുടെ പാസ്വേഡോ അല്ലെങ്കിൽ ATM കാർഡിൻ്റെ പാസ്വേഡ്, ഇതൊന്നും ഒരു മനുഷ്യനും ഇതിൻ്റെ പിന്നൊന്നും ആരെയും വിശ്വസിച്ച് ആരെടുത്ത് കൊടുക്കരുത്. ആർക്കെങ്കിലും വേണമെങ്കിൽ പൈസ എടുത്ത് കൊടുക്കണം. അല്ലാതെ കാർഡും എടുത്ത് കൊടുത്തിട്ട് പിന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്ന പണിയുണ്ട് ചിലർക്ക്. വീട്ടിൽ ഇരുന്നുകൊണ്ട് പൈസ എടുപ്പിക്കാനാണ്. ആ പണിയൊന്നും ചെയ്യരുത്. വളരെ അപകടമാണ്. ഇനി നോക്കി നടന്നില്ലെങ്കിൽ നമ്മുടെ നിഴലിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ലാത്ത കാലമാണ്. നോക്കണം, ശ്രദ്ധിക്കണം. ഇപ്പം ഇതൊക്കെ ഇത് നോക്കുമ്പോൾ ആളുകൾക്ക് ഈ ആരെങ്കിലെയൊക്കെ ഇതുപോലെ കളിപ്പിക്കുക, ഇതൊക്കെ അത് ഒന്ന് ശീലമായിപ്പോയി. വേണ്ട. നമ്മുടെ ഈ മാർ കുർലോസ് തിരുമേനി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കേസുണ്ടെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്നാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത് ആളുകൾ ഈ അതായത് മാധ്യമങ്ങൾ നോക്കാത്തത് കൊണ്ട്, പത്രം വായിക്കാത്ത ആളുകൾക്ക് പറ്റുന്ന ഒരുപാട് അബദ്ധം ആണ് ഞാനീ പറഞ്ഞത്. ഇത് എത്രയോ പേർക്ക് പറ്റാതെന്നുണ്ട്. നമുക്കൊക്കെ എല്ലാ ദിവസവും മെസ്സേജ് വരുമല്ലോ, ഇതുപോലെ ലോൺ അനുവദിച്ചേക്കുന്നത് ഇത്ര രൂപ കേട്ടോ. അത് കട്ട് ചെയ്ത് ദൂരെ കളയും. അത് ഓപ്പൺ ചെയ്യാൻ പോലും ഇരിക്കത്തില്ല. ലോൺ അനുവദിച്ചേക്കുന്നത് നമുക്ക് ഒരുത്തൻ്റെ ലോൺ വേണ്ട എന്ന് വെച്ചാൽ മതിയല്ലോ. എന്തിനാ ലോൺ? അല്ലെങ്കിൽ നമുക്ക് അത് തരാം, ഇത് തരാം, ഇപ്പം ഇതായാൽ ഇത്രയും രൂപ കിട്ടും. എന്ത് ചെയ്താലും അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു കാരണവശാലും ഇറങ്ങാതിരുന്നാൽ മതി. അതിന് പകരം അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് കോടതി വരെ ഇതിൽ കൂടെ കാണിക്കുകയാണ്. കോടതി കാണിക്കുക. അപ്പോൾ ജഡ്ജി കയറുന്നോണ്ടേ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നാണ് പറഞ്ഞേക്കുന്നത് ഇതിനകത്ത്. കാരണം ഓൺലൈനായിട്ട് ഇത് മുഴുവൻ കാണിക്കല്ലേ. അത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള 2 അക്കൗണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ പണം മാറ്റണം, ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള പണം മാറ്റണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ പണം മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് എന്നാൽ അപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ട ഇത് ചതിക്കുഴി. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് പലരും ഈ ദൃശ്യമാധ്യമങ്ങളോ പത്രമാധ്യമങ്ങളോ വഴിയുള്ള ഈ ന്യൂസ് ഒന്നും ആളുകൾ പലപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടകരമായൊരവസ്ഥ. അപ്പോൾ ഏതായാലും ആ പൈസ പണം പോയി, നമ്മളിപ്പോൾ കണ്ടതാണ്. ഇതുപോലെ ചതി എവിടെ നോക്കിയാലും ചതിയും വഞ്ചനയും കാണാനുണ്ട്. കാരണം ആ രീതിയിലാണ് പണം ഉണ്ടാക്കാനായിട്ടൊക്കെ ഇപ്പോൾ നമ്മുടെ മലയാളികൾ ഇറങ്ങി തിരിച്ചേക്കുന്നത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ ഇപ്പോൾ അതിൽ ആ പണം മാറ്റിയ 2 അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ എന്ത് പണം അതിൽ നിന്ന് കിട്ടുമെന്നുള്ളതൊന്നും അറിയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതേപോലെ ഈ അടുത്ത സമയത്ത് ഒരു ഡോക്ടർക്ക് ഇതേപോലെ പണം പോയി. ഈ ഡോക്ടേഴ്സ് പലപ്പോഴും ഞാൻ കണ്ടേക്കുന്ന വളരെ കുറച്ച് ഡോക്ടേഴ്സ് മാത്രമേ പത്രം വായിക്കുന്നവരുള്ളൂ, അല്ലെ വാർത്ത കാണുന്നവരുള്ളൂ. കുറച്ച് പേരുണ്ട് കേട്ടോ, ഇല്ലാന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഏത് വിധത്തിൽ പണം ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നതാണ് അവരുടെ ജോലി. അത് മാത്രം നോക്കും. അവർക്ക് പേഷ്യൻറ്റിന് കിട്ടണം, അത് അവരുടെ ഇന്ന് പൈസ വാങ്ങിയെടുക്കണം. ഇത് ഇങ്ങനെ ഈ വാങ്ങിക്കൂട്ടിയ പൈസയെല്ലാം ഇതുപോലുള്ള കള്ളന്മാർ അടിച്ചുകൊണ്ട് പോകുന്നതാണ് കാരണം. ആ ഡോക്ടറെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പാഴ്സൽ വന്നിരുന്നു, അതിനകത്ത് മയക്കുമരുന്നാണ്. ഇയാൾ ഞെട്ടിപ്പോയി. മയക്കുമരുന്ന് ഇതൊന്നും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ അത് ഇനി നിങ്ങൾക്ക് അത് വലിയ പ്രശ്നമാണ്, നിങ്ങൾക്കെതിരെ വാറണ്ട് ഉണ്ട്, ഈ വാറണ്ടും ഒക്കെ ഉണ്ട്. എന്നാൽ വാറണ്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത്രയും അവൻ കളഞ്ഞിട്ട് പോകും. വാറണ്ട് ഉണ്ടല്ലേ, വാറണ്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചോണ്ട് പോകും, ഒരു കുഴപ്പമില്ല, ഞാനങ്ങ് പോയേക്കാം.
ഈ ബാങ്കിൽ എത്ര, അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴെങ്കിലും മനസ്സിലാവണ്ടേ? ഇത് ബോധം വേണ്ടേ? ഭയന്നു പോവും. ഇതുപോലെ ഭയപ്പെടുത്താൻ അറിയാവുന്ന ആളുകളുണ്ട്. ആ രീതിയിലാണ് അവർ ചെയ്യുന്നത്. വളരെ കാര്യമായിട്ട് സൈബർ പോലീസാണ്, മറ്റേ പോലീസാണ്, മയക്കുമരുന്ന് പോലീസാണ്, നർക്കോട്ടിക്സിൻ്റെ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ ശരി, അതിനിപ്പോൾ എന്താ വേണം? ഉണ്ട്, പാഴ്സൽ വന്നിട്ടുണ്ടോ? എനിക്കറിയില്ല, പാഴ്സൽ വന്നിട്ടുണ്ടെങ്കിൽ വന്ന്. നമുക്ക് പാഴ്സൽ വന്നെന്ന് പറഞ്ഞ് പല മെസ്സേജുകളും നമുക്ക് വരാറുണ്ട് കേട്ടോ. അതായത് ഇന്നാണ് ഒരിക്കൽ എനിക്കൊരു മെസ്സേജ് വന്നത്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെന്നുള്ള രീതിയിൽ ആ മെസ്സേജ് വന്നേക്കുന്നത്. അതായത് അഡ്രസ് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് എനിക്ക് ആ സാധനം തരാൻ പറ്റുന്നില്ലെന്ന്. ജസ്റ്റിസ് കമാൽ പാഷ, എറണാകുളം എന്നെഴുതിയ എൻ്റെ വീട്ടിൽ ഏത് സാധനവും എനിക്ക് കിട്ടും. അല്ലെ എറണാകുളം എന്ന് പോലും എഴുതണ്ട, ഇപ്പം ജസ്റ്റിസ് കമാൽ പാഷ എന്ന് എഴുതി അയച്ചാലും എനിക്ക് കിട്ടും. അങ്ങനെയുള്ള എൻ്റെ അടുത്ത് എനിക്ക് മെസ്സേജ് വന്നേക്കാണ്. അതായത് എൻ്റെ അഡ്രസ് ഇൻകംപ്ലീറ്റ് ആണ്, അതുകൊണ്ട് ആ സൈറ്റിൽ കയറി ഞാൻ അഡ്രസ്സൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് മുഴുവൻ. അതായത് എൻ്റെ വിവരങ്ങളെല്ലാം ഞാൻ എഴുതി കൊടുക്കണമെന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. ഞാനിത് അനങ്ങിയില്ല, ഞാനത് കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞു. കാരണം എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമില്ല, എനിക്ക് മെറ്റീരിയൽ ഈ സാധനം എനിക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം എനിക്ക് അങ്ങനെയുള്ള കിട്ടാനുള്ള സാധനങ്ങളാണെങ്കിൽ പാസ്പോർട്ടൊക്കെ നമുക്കിതിൽ വരേണ്ടത്. അങ്ങനെ വരുന്ന ഉടനെ അതിനകത്ത് ശരിയായ അഡ്രസ്സാണ്, അത് ഇവിടെ കൊണ്ട് തരും. അതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ല. ബാക്കിയുള്ളതൊന്നും എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട്, പോസ്റ്റ് വഴി എനിക്കൊന്നും വരാനില്ലാത്തതുകൊണ്ടും നോക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ടും ഞാൻ അനങ്ങാൻ പോയില്ല. ഇത് വലിയൊരു ചതിക്കുഴിയാണത്. അതായത് നിങ്ങളുടെ അഡ്രസ് ഇൻകംപ്ലീറ്റ് ആണ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇല്ല എന്ന് പറഞ്ഞു വരും. എന്നിട്ട് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് OTP ഒക്കെ അയക്കും അവസാനം. ഇത് എന്നിട്ട് ആ OTP അങ്ങോട്ട് അത് ഓൺ ടൈം പാസ്വേഡ് നമുക്ക് അത് അങ്ങോട്ട് പറഞ്ഞ് കൊടുക്കാൻ പറയും. ഇതെല്ലാം പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങരുത്. പിന്നെ ഈ ഒരുപാട് പേര്, ഇപ്പോൾ ഈ കമാൽ പാഷയ്ക്ക് ലോൺ തരാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് പേര് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ലോൺ തരാമെന്ന് പറഞ്ഞ് സമീപിക്കാറുണ്ട്. കാരണം എനിക്കൊരു 2-3 ബാങ്കുകളിലൊക്കെ അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് ഇതിലെ ബാലൻസ് മനസ്സിലാക്കുന്നവരല്ലേ ഇത് ഈ ചെയ്യുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ആരായിരിക്കും എന്ന് നമ്മൾ അതിൻ്റെ പുറകിൽ നിന്ന് ചിന്തിച്ചാൽ മതി. അതിപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബാങ്കുകളുടെ നേരെ വിരൽ ചൂണ്ടേണ്ട ഒരു സാഹചര്യം വന്നേക്കാണ്. എനിക്ക് സ്റ്റേറ്റ് ബാങ്കിൻ്റെ പേരിൽ എൻ്റെ ഇന്ന് വന്നിട്ടില്ല. എൻ്റെ പെൻഷനൊക്കെ വരുന്ന അക്കൗണ്ടൊക്കെ അതാണ്. അതൊഴിച്ച് ബാക്കിയുള്ള എനിക്ക് അക്കൗണ്ട്സ് ഉള്ള 2 ബാങ്കുകളിൽ നിന്ന് എൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങ് ലോൺ എനിക്ക് ഓഫറാണ് എപ്പോഴും. ആ രീതിയിലാണ് വന്നേക്കുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ ലോൺ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ലോൺ ഓഫർ ചെയ്യുന്നത് എനിക്കിത് റീപേയിങ് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം, ചതിക്കുഴികൾ മനസ്സിലാക്കണം.